നമസ്കാരം. TCV പ്രൈം ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ആശ്വാസത്തിന്റെ കോവിഡ് ഗ്രാഫ് ഉയരുന്നു. മരണസംഖ്യ 10,000 കടന്നു. ഞായറാഴ്ച 11,584 പേർക്ക് രോഗബാധ. 24 മണിക്കൂറിനിടെ പരിശോധിച്ചത് 94,677 സാമ്പിളുകൾ. DPR 12.24%. 206 മരണങ്ങൾ സ്ഥിരീകരിച്ചു. 17,856 പേർ രോഗമുക്തി നേടി. ജില്ലയിൽ രോഗികൾ കുറഞ്ഞു. 1,006 പേർക്ക് രോഗബാധ. DPR 13.96%. 2,226 പേർക്ക് രോഗമുക്തി. ആകെ മരണസംഖ്യ 997. ജില്ലയിൽ കോവിഡ് പ്രതിരോധ കുത്തിവയ്പ് വേഗത്തിൽ പൂർത്തിയാക്കാൻ നടപടികൾ ഊർജിതമാക്കുമെന്ന് ജില്ലാ കളക്ടർ. കാർ പാർക്കിംഗിന്റെ പേരിൽ തിരുജില്ലാ ആശുപത്രിയിൽ ഭിന്നശേഷിക്കാരനായ യുവാവിനെ അപമാനിച്ചതായി പരാതി. ജില്ലാ ആശുപത്രിയിലെ ഡോക്ടറും സെക്യൂരിറ്റി ജീവനക്കാരും ചേർന്ന് അപമര്യാദയായി പെരുമാറിയെന്ന് കാട്ടി യുവാവ് തിരൂർ പോലീസിൽ പരാതി നൽകി. വാർഡിൽ വിശപ്പുരഹിത ഗ്രാമം പദ്ധതി നടപ്പിലാക്കി ഗ്രാമപഞ്ചായത്ത് അംഗം. നന്നമ്പ്ര ഗ്രാമപഞ്ചായത്ത് 11ാം വാർഡ് അംഗമാണ് പദ്ധതി നടപ്പാക്കിയത്. എക്സൈസ് സ്റ്റാഫ് അസോസിയേഷനും മേഴ്സി കോർപ്പ് ചാരിറ്റബിൾ ട്രസ്റ്റും സംയുക്തമായി തീരദേശ മേഖലയിൽ കപ്പ വിതരണം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് വീണ്ടും ആശ്വാസത്തിന്റെ കോവിഡ് കണക്കുകൾ. അതേസമയം സംസ്ഥാനത്തെ ആകെ മരണസംഖ്യ 11,000 കടന്നു. 11,584 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 24 മണിക്കൂറിനിടെ 94,677 സാമ്പിളുകളാണ് പരിശോധിച്ചത്. DPR 12.24%. 206 മരണങ്ങൾ സ്ഥിരീകരിച്ചു. ആകെ മരണസംഖ്യ 11,181. 17,856 പേർ രോഗമുക്തി നേടി. സംസ്ഥാനത്ത് നിന്ന് 11,584 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. തിരുവനന്തപുരം 1,775, തൃശൂർ 1,373, കൊല്ലം 1,312, എറണാകുളം 1,088, പാലക്കാട് 1,027, മലപ്പുറം 1,006, കോഴിക്കോട് 892, ആലപ്പുഴ 660, കണ്ണൂർ 633, കോട്ടയം 622, കാസർഗോഡ് 419, ഇടുക്കി 407, പത്തനംതിട്ട 223, വയനാട് 147 എന്നിങ്ങനെയാണ് ജില്ലകളിൽ നിന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 94,677 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 12.24 കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 206 മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 11,181. ഇന്ന് രോഗം സ്ഥിരീകരിച്ചതിൽ 83 പേർ സംസ്ഥാനത്ത് നിന്ന് പുറത്തുനിന്ന് വന്നവരാണ്. 10,793 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 642 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 66 ആരോഗ്യ പ്രവർത്തകർക്കാണ് ഇന്ന് രോഗം ബാധിച്ചത്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 17,856 പേർ രോഗമുക്തി നേടി. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 5,38,215 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. ഇന്ന് 2 പുതിയ ഹോട്ട്സ്പോട്ടുകളാണുള്ളത്. ജില്ലയിൽ രോഗികളുടെ എണ്ണവും DPR-ഉം കുറഞ്ഞു. ജില്ലയിൽ 1,006 പേർക്ക് വൈറസ് ബാധയുണ്ടായി. സമ്പർക്കത്തിലൂടെ 952 പേർക്ക് രോഗം ബാധിച്ചു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 13.96%. 2,226 പേർക്ക് രോഗമുക്തി. ജില്ലയിൽ ഇതുവരെ 997 പേരാണ് മരണപ്പെട്ടത്. മലപ്പുറം ജില്ലയിൽ ഞായറാഴ്ച 1,006 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 13.96% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. എന്നാൽ 2,226 പേർ രോഗമുക്തരായി. ഇതോടെ ജില്ലയിൽ കോവിഡ് ഭേദമായി സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയവരുടെ എണ്ണം 2,99,783 പേരായി. രോഗബാധ സ്ഥിരീകരിച്ചവരിൽ 952 പേർ രോഗികളുമായി നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ വൈറസ് ബാധിതരായവരാണ്. 20 പേർക്ക് വൈറസ് ബാധയുണ്ടായതിന്റെ ഉറവിടം കണ്ടെത്താനായിട്ടില്ല. ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്ന 3 പേർക്കും വിദേശത്തു നിന്ന് ജില്ലയിൽ തിരിച്ചെത്തിയ ഒരാൾക്കും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ 30 പേർക്കും രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. 45,534 പേർ ജില്ലയിൽ ഇപ്പോൾ നിരീക്ഷണത്തിലുണ്ട്. ജില്ലയിൽ ഇതുവരെ 997 പേരാണ് കോവിഡ് ബാധിതരായി മരിച്ചത്. ജില്ലയിൽ കോവിഡ് പ്രതിരോധ കുത്തിവയ്പ് വേഗത്തിൽ പൂർത്തിയാക്കാൻ നടപടികൾ ഊർജിതമാക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. ജില്ലാ ടാസ്ക് ഫോഴ്സ് യോഗത്തിൽ കളക്ടർ ഇത് സംബന്ധിച്ച് നിർദ്ദേശങ്ങൾ നൽകി. വാക്സിനേഷൻ ഊർജിതമാക്കുന്നതിന്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹായത്തോടെ 18 വയസ്സിന് മുകളിലുള്ള മുഴുവൻ പേരുടെയും രജിസ്ട്രേഷൻ പൂർത്തിയാക്കും.
മറ്റു വകുപ്പുകളുടെ പങ്കാളിത്തവും ഉറപ്പാക്കും. വാക്സിനേഷൻ പ്രക്രിയ പൂർത്തിയാക്കുന്നതിന് സ്വകാര്യ ആശുപത്രികളുടെയും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെയും സഹകരണം ഉറപ്പാക്കിയിട്ടുണ്ട്. ജില്ലയിൽ 8,94,633 പേർ ഇതുവരെ കോവിഡ് പ്രതിരോധ വാക്സിൻ സ്വീകരിച്ചതായും കളക്ടർ അറിയിച്ചു. 7,42,113 പേർക്ക് ഒന്നാം ഡോസും 1,52,520 പേർക്ക് രണ്ടാം ഡോസുമാണ് നൽകിയത്. DMO ഡോക്ടർ സക്കീന, WHO കൺസൾട്ടന്റ് ഡോക്ടർ സന്തോഷ്, ജില്ലാ RCH ഓഫീസർ ഡോക്ടർ VP രാജേഷ്, വിവിധ വകുപ്പുകളിലെ ജില്ലാതല ഉദ്യോഗസ്ഥർ എന്നിവരും വീഡിയോ കോൺഫറൻസിൽ പങ്കെടുത്തു. കാർ പാർക്കിംഗിന്റെ പേരിൽ തിരൂർ ജില്ലാ ആശുപത്രിയിൽ ഭിന്നശേഷിക്കാരനായ യുവാവിനെ അപമാനിച്ചതായി പരാതി. ജില്ലാ ആശുപത്രിയിലെ ഡോക്ടറും സെക്യൂരിറ്റി ജീവനക്കാരും ചേർന്ന് അപമര്യാദയായി പെരുമാറിയെന്ന് കാട്ടി യുവാവ് തിരൂർ പോലീസിൽ പരാതി നൽകി. തിരുവാക്കാട് സ്വദേശി അഷറഫാണ് പരാതിക്കാരൻ. കഴിഞ്ഞ ദിവസം തിരൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിയപ്പോഴാണ് സംഭവം. തിരൂർ വാക്കാട് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന് സമീപം താമസിക്കുന്ന ഭിന്നശേഷിക്കാരനായ അഷറഫാണ് ആശുപത്രി ജീവനക്കാർ അപമര്യാദയായി പെരുമാറിയെന്ന പരാതിയുമായി രംഗത്തെത്തിയിട്ടുള്ളത്. അസുഖബാധിതയായ ഉമ്മയെയും കൊണ്ട് ആശുപത്രിയിലെത്തിയതായിരുന്നു അഷറഫ്. എന്നാൽ വാഹനം പുറത്തിടണമെന്ന് വാശി പിടിച്ചു ജീവനക്കാർ വളരെ മോശമായിട്ടാണ് പെരുമാറിയതെന്ന് അഷറഫ് പറയുന്നു. ഭിന്നശേഷിക്കാരുടെ വാഹനം പാർക്ക് ചെയ്യാമെന്നിരിക്കെയാണ് ആശുപത്രിക്കാർ ജീവനക്കാരുടെ ഈ നടപടിയെന്നും അഷറഫിന്റെ പരാതിയിലുണ്ട്. തിരൂർ ജില്ലാ ഹോസ്പിറ്റലിൽ ഇന്നലെ ഉമ്മാനും കൊണ്ട് വന്ന സമയത്ത് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വന്നപ്പോൾ പാർക്ക് ചെയ്തപ്പോൾ ആദ്യം തന്നെ തുടങ്ങിക്കണം അവർക്ക് പ്രശ്നങ്ങൾ. ഇവിടെ ആദ്യം വന്നൊരു സെക്യൂരിറ്റി ലേഡിയായിരുന്നു. അവരാദ്യം വന്ന് പറഞ്ഞു ഈ ഭിന്നശേഷിക്കാർക്ക് കാറ് ഇവിടെ അലോഡ് അല്ല. കാരണം എൻ്റെ വണ്ടി എന്ന് പറഞ്ഞാൽ ഭിന്നശേഷിക്കാർക്ക് പ്രത്യേക അലോഡ് ചെയ്ത വണ്ടിയാണ്. കാരണം ഞാൻ ഹാൻഡിക്യാപ്ഡ് ആയതുകൊണ്ട് ആക്സിലേറ്ററും ബ്രേക്കൊക്കെ കയ്യിലുള്ളൊരു വണ്ടിയാണ്. അതുമാത്രമല്ല അതിന് ബാക്കിൽ സ്റ്റിക്കറും കാര്യങ്ങളും ഇതാതെ കണ്ടില്ല. ഞങ്ങൾക്ക് പ്രത്യേക അനുമതിയുള്ള സർട്ടിഫിക്കറ്റാണിത്. അപ്പോൾ അത് വെച്ചിട്ടാണ് ആ ഒരു ധൈര്യത്തിൽ തന്നെയാണ് വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തത്. അപ്പോൾ അന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ വണ്ടി എടുത്ത് പുറത്തേക്ക് ഇടാൻ പറഞ്ഞു. അത് എനിക്ക് ഭയങ്കരമായിട്ട് മാനസികമായിട്ട് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. വളരെ മോശമായിട്ടാണ് ഒരു സെക്യൂരിറ്റി, അതുമാത്രം തന്നെ ഒരു അറ്റൻഡറുണ്ടായിരുന്നു, ഉണ്ണികൃഷ്ണൻ ഡോക്ടറും, അവർ 3 പേരുമാണ് മെയിനായിട്ട് വന്നിട്ട് അവിടെ ഷൗട്ട് ചെയ്തിട്ട് വണ്ടി പുറത്തുവിടണം എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞത്. അതേസമയം തന്നെ ആശുപത്രി വളപ്പിൽ തന്നെ മറ്റുള്ളവരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ടുമുണ്ടായിരുന്നു. എന്നാൽ അതൊന്നും ആശുപത്രി ജീവനക്കാർ എതിർത്തിട്ടില്ലെന്നാണ് അഷറഫ് പറയുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. എന്നോട് മാത്രമല്ല, നമ്മൾ സംഘടനയുടെ ഒരു റബീഹ് എന്ന് പറഞ്ഞൊരു സുഹൃത്തുണ്ട് എൻ്റെ, അസ്ലം എന്ന് പറഞ്ഞിട്ടുള്ള ഞങ്ങളെ സംഘടനയുടെ പ്രസിഡന്റും സെക്രട്ടറി, പുള്ളിക്ക് ഇതുപോലത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വളരെ മോശമായിട്ട് സെക്യൂരിറ്റി ഭിന്നശേഷിക്കാർ, പ്രത്യേകിച്ച് എൻ്റെ കയ്യിൽ തെളിവുണ്ട്. കാരണം വെച്ചാൽ ഭിന്നശേഷിക്കാരില്ലാത്ത വണ്ടികളൊക്കെ ഇവിടെ നിന്ന് ഒരുപാട് സമയം വണ്ടി അവിടെ കിടന്നു അവർക്കൊരു പ്രശ്നമില്ല. ഞങ്ങളെ വണ്ടി കുറച്ച് നേരം എടുക്കുമ്പോഴാണ് അവർക്ക് പ്രയാസം. അത് ഞാൻ പ്രത്യേകം മൊബൈലിൽ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ തെളിവ് വേണമെങ്കിലും ഞാൻ കൊടുക്കാൻ തയ്യാറാണ്. പക്ഷേ ഇത് ഇത്രയും മോശമായിട്ട് ഇനിയിപ്പോൾ മറ്റ് ഭിന്നശേഷിക്കാരോട് അവരൊരിക്കലും ഇതുപോലെ പെരുമാറരുത്. എനിക്ക് അത്രയേ ഉള്ളൂ. ഞാൻ എൻ്റെ ഉമ്മാനും കൊണ്ട് വന്നതാണ്. ഉമ്മക്ക് എന്താ പറയുക, ആദ്യം ഞങ്ങൾ ഉമ്മാനും കൊണ്ട് വരേണ്ട, ഡോക്ടറോട് കാര്യം പറഞ്ഞാൽ മതി എന്നാണ്. ഡോക്ടർ പറഞ്ഞു ഷുഗർ ഇത്രയും 550 മേലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഇൻസുലിൻ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഉമ്മാനും കൊണ്ട് വരുന്നത് നല്ലതെന്ന് പറഞ്ഞു. കാരണം കോവിഡൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ പ്രായം ചെന്ന ആളുകളെ ഹോസ്പിറ്റലിലേക്ക് വരാൻ പറ്റില്ല. ഇതനുസരിച്ച് ഞങ്ങൾ ആശുപത്രിയിലെത്തിയപ്പോൾ ആശുപത്രിയുടെ മുന്നിൽ തന്നെ ഭിന്നശേഷിക്കാർക്ക് വാഹനം പാർക്ക് ചെയ്യാൻ സ്ഥലം അനുവദിച്ചുകൊണ്ട് പുതിയ ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. ഇന്നുവരെ അങ്ങനെയൊരു ബോർഡ് ആശുപത്രി മുറ്റത്ത് ഉണ്ടായിരുന്നുമില്ല. ആശുപത്രി കോമ്പൗണ്ടിൽ ഭിന്നശേഷിക്കാരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാമെന്നിരിക്കെയാണ് ഡോക്ടർ അടക്കം ചേർന്നുള്ള സംഘം അഷറഫിനെ അപമാനിച്ചത്. താനൂർ കാട്ടിലങ്ങാടി സ്കൂളിൽ ലോവർ ഗ്രേഡ് ജീവനക്കാരനായി സർക്കാർ സർവീസിൽ സേവനമനുഷ്ഠിക്കുകയാണ് അഷറഫ്. ഇക്കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടി തിരൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. തിരൂർ MLA കുറുക്കോളി മൊയ്തീനെ ഫോണിൽ വിളിച്ചും വിവരം ധരിപ്പിച്ചിട്ടുണ്ട്. ചെറുവണ്ടം പഞ്ചായത്ത് കാന്തല്ലൂർ നരിയറക്കുന്ന് റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരമായി 11ാം വാർഡ് അംഗം മൻസൂർ മാസ്റ്ററുടെ നേതൃത്വത്തിൽ SDPI വളണ്ടിയർമാർ ചേർന്നാണ് താൽക്കാലിക പരിഹാരം കണ്ടത്. ചെറുവണ്ടം ഗ്രാമപഞ്ചായത്തിലെ 5, 6, 11 വാർഡുകളിലൂടെ കടന്നുപോകുന്ന കാന്തല്ലൂർ നരിയറക്കുന്ന് റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്കാണ് താൽക്കാലിക പരിഹാരമുണ്ടായത്. 11ാം വാർഡ് അംഗം മൻസൂർ മാസ്റ്ററുടെ നേതൃത്വത്തിൽ SDPI വളണ്ടിയർമാരുടെ ശ്രമഫലമായാണ് നാട്ടുകാരുടെ ദീർഘകാലത്തെ ദുരിതത്തിന് പരിഹാരമായത്. പ്രവർത്തനങ്ങൾക്ക് AK മജീദ് മാസ്റ്റർ, വാക്കിൽ അബ്ദുൽ സലാം എന്നിവർ നേതൃത്വം നൽകി. പ്രധാനമായും ഇവിടെ നമ്മളെ ഗവൺമെൻറ് ITI, അതുപോലെ തന്നെ പ്രധാന ടൗണായ കുറുക്കോള്, ഇരിങ്ങാവൂർ എന്നീ അങ്ങാടിലേക്ക് എളുപ്പമാർഗം കൂടിയാണ് ഇത്. കുറേ കാലങ്ങളായിട്ട് ഈ അവസ്ഥയാണ്. കാരണം നിത്യം ഇവിടെ അപകടം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓട്ടോറിക്ഷകൾ മറിയുന്നുണ്ട്, ഇന്നലെയും ബൈക്ക് മറിഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് ജനങ്ങൾ വിളിച്ചു പറഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് പാർട്ടി SDPI കൂടി ചേർന്നുകൊണ്ട് ഇത് ഒന്ന് ഗതാഗത യോഗ്യമാക്കാൻ തീരുമാനിച്ചത്. ഇത് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് നിവേദനം കൊടുത്തിരുന്നു.
പക്ഷേ അതിനൊന്നും വേണ്ടത്ര ഒരു പരിഹാരം കാണുന്ന ഒരു തീരുമാനങ്ങളോ വേണ്ട രീതിയിലൊരു പരിഗണന അവിടെ പഞ്ചായത്തിന് കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഈ ജനങ്ങളെ കൂടി ചേർന്നുകൊണ്ട് തന്നെ STPയുടെ വളണ്ടിയേഴ്സെ കൂടി ചേർന്നുകൊണ്ട് എന്ത് ചെയ്യുന്നത് ഈ വർക്ക് ഇവിടെ നടത്താനുണ്ടായ പ്രധാന കാരണം. മഴക്കെടുതി മൂലം ദുരിതത്തിലായ കപ്പ കർഷകർക്ക് ആശ്രയമായി വളവന്നൂർ കൃഷി ഓഫീസർ. കർഷകരിൽ നിന്ന് വാങ്ങിയ കപ്പയിലൂടെ ലഭിച്ച തുക ക്ലബ് പ്രവർത്തകർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. മഴക്കെടുതി മൂലം ദുരിതത്തിലായ കപ്പ കർഷകർക്ക് ആശ്രയമായി വളവന്നൂർ കൃഷി ഓഫീസർ. കർഷകരിൽ നിന്നും വാങ്ങിയ കപ്പയിലൂടെ ലഭിച്ച തുക കൾട്ട ക്ലബ്ബ് പ്രവർത്തകർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. കൾട്ട ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഭാരവാഹികളായ ഷെഫീഖ് ചാരത്ത, അയ്യൂബ്, റിയാസ്, റഹൂഫ്, TK എന്നിവർ കായിക മന്ത്രി V. അബ്ദുറഹ്മാനാണ് തുക കൈമാറിയത്. നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു സാമൂഹിക സന്നദ്ധ സംഘടന കൂടിയാണ് കൾട്ട. ഈ കോവിഡ് കാലത്ത് ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് നല്ല രീതിയിലുള്ള സേവനമാണ് ഇവർ നൽകി വരുന്നത്. ഇതിൻ്റെ ബന്ധപ്പെട്ട ഭാരവാഹികൾ അയ്യൂബും ഷഫീഖും ഒക്കെ നല്ല പ്രവർത്തനത്തിന് നേതൃത്വം നൽകുകയാണ്. ഇവർ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വലിയൊരു തുക സംഭരിച്ച് നൽകിയിരിക്കുകയാണ്. അതും കപ്പ കർഷകരെ അവരുടെ ഉൽപ്പന്നം വിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സഹായം കൂടി ഇവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ രംഗങ്ങളിലും നല്ല പ്രവർത്തനമാണ്. ഇത്തരത്തിലുള്ള സന്നദ്ധ പ്രവർത്തകരാണ് ഈ നാടിൻ്റെ ഐശ്വര്യം എന്ന് തന്നെ പറയാം. കാരണം ഇത്തരം കൂട്ടായ്മകൾ ഈ നാടിന് നൽകുന്ന വലിയ സംഭാവന നമുക്ക് മറക്കാൻ കഴിയുന്നില്ല. കൾട്ട ക്ലബിനെയും അതിൻ്റെ ഭാരവാഹികളെയും എല്ലാം തന്നെ ഈ അവസരത്തിൽ അനുമോദിക്കുകയാണ്. തീർച്ചയായും നിങ്ങൾ ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങൾ നാട് ശ്രദ്ധിക്കും. ആരും വിശന്നിരിക്കില്ല, മെമ്പറുണ്ട് കൂടെ. നന്നമ്പ്ര ഗ്രാമപഞ്ചായത്ത് 11-ാം വാർഡ് അംഗം ധന്യാദാസാണ് കോവിഡ് മഹാമാരിക്കാലത്ത് വാർഡിൽ വിശപ്പ് രഹിത ഗ്രാമം പദ്ധതിയിലൂടെ ഭക്ഷണ വിതരണം ആരംഭിച്ചത്. വാർഡിൽ ക്വാറന്റൈൻ കേന്ദ്രം ഒരുക്കിയും പൊതുജന പങ്കാളിത്തത്തോടെ ഒട്ടേറെ വേറിട്ട പ്രവർത്തനങ്ങളാണ് വാർഡിൽ നടപ്പിലാക്കിയത്. കോവിഡ് പ്രതിരോധ നടപടികളുമായി വാർഡിൽ പ്രവർത്തിക്കുന്ന ഘട്ടത്തിലാണ് 2 പേർ ഭക്ഷണം ലഭിക്കാതെ പ്രയാസം അനുഭവിക്കുന്നത് നാട്ടുകാർ ഗ്രാമപഞ്ചായത്ത് അംഗത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. 2 പേർക്ക് ഭക്ഷണം എത്തിച്ചു തുടങ്ങിയതോടെയാണ് ട്രിപ്പിൾ ലോക്ക്ഡൌണിൽപ്പെട്ട് നിരവധി പേർ പ്രയാസം നേരിടുന്നറിഞ്ഞത്. ഇതോടെയാണ് വാർഡിൽ വിശപ്പ് രഹിത പദ്ധതി നടപ്പിലാക്കിയത്. ഭക്ഷണം തയ്യാറാക്കി ധന്യാദാസ് തന്നെ നേരിട്ടെത്തിക്കും. ഓരോ ദിവസവും ഭക്ഷണപ്പൊതിയുടെ എണ്ണം കൂടിക്കൂടി വന്നു. കോവിഡ് പ്രതിരോധ നടപടികൾ സജീവമായ പോലീസുകാർക്കും RRT അംഗങ്ങൾക്കുമടക്കം പദ്ധതിയുടെ ഭാഗമായി ഭക്ഷണം എത്തിച്ചു നൽകി. ദിനേന 50-ലധികം പേർക്കാണ് ഭക്ഷണം നൽകി വന്നിരുന്നതെന്ന് ധന്യദാസ് പറഞ്ഞു. ഇപ്പോൾ കോവിഡ് കാലത്ത് കുറേ അധികം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരു വാർഡാണ്. കാരണം അന്യസംസ്ഥാന തൊഴിലാളികൾ കൂടുതലായിട്ടുള്ളത് നമ്മളെ ഈ വാർഡിലാണ്. തെയ്യാല ടൗണും പാണ്ടിമുട്ട ടൗണും ഉൾപ്പെടുന്നതാണ് ഈ വാർഡ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് ഞങ്ങൾ അറിയിക്കുകയായിരുന്നു. അവർക്ക് റൂമിൽ സൗകര്യമില്ല ഭക്ഷണം ഉണ്ടാക്കാനുള്ള. അപ്പോൾ പഴവും ബ്രെഡാണ് അവർ കഴിക്കുന്നതെന്ന് അറിയിച്ചതിനെ തുടർന്നാണ് ഞങ്ങൾ വിശപ്പ് രഹിത ഗ്രാമം എന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ആദ്യം 10 തുടങ്ങി ഞങ്ങൾ 50ഓളം പേർക്ക് ഭക്ഷണം 15 ദിവസത്തോളം എത്തിച്ചു. ട്രിപ്പിൾ ലോക്ക്ഡൗൺ പിൻവലിച്ചപ്പോൾ അത് നിർത്തുകയാണ് ചെയ്തത്. ഹോട്ടലുകളൊക്കെ തുറന്നു. പിന്നെ പഞ്ചായത്തിൽ ജനകീയ ഹോട്ടൽ തുറന്നു. അപ്പോൾ തീരെ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ഞങ്ങൾ അവിടുന്ന് ഭക്ഷണം ഇതുവരെ കൊടുക്കുന്നുണ്ട്. അവിടെ പോയിട്ട് ഭക്ഷണം വാങ്ങിച്ച് ഇവിടെ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിച്ചതോടെ ക്വാറന്റൈൻ കേന്ദ്രവും വാർഡിൽ ആരംഭിച്ചു. വീടുകളിൽ കഴിയുന്നവർക്ക് മരുന്നടക്കം എത്തിച്ചു നൽകി. വാർഡിൽ പൊതുജന പങ്കാളിത്തത്തോടെ പ്രതിരോധ നടപടികൾ ഊർജിതമാക്കിയതോടെ രോഗബാധിതരുടെ എണ്ണവും കുറയ്ക്കാനും കഴിഞ്ഞു. എല്ലാവരുടെയും പൂർണ്ണ പിന്തുണ ലഭിച്ചതോടെയാണ് വാർഡിൽ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞതെന്ന് ധന്യദാസ് പറഞ്ഞു. പിന്നെ കോവിഡ് ആയിട്ട് വീട്ടിൽ ക്വാറന്റൈനിൽ കഴിയാൻ സൗകര്യമില്ലാത്തവർക്ക് DCC ഞങ്ങൾ സ്വന്തമായിട്ട് വാർഡിൽ തുറക്കുക ചെയ്തത്. ക്വാറന്റൈൻ സൗകര്യം ഒരുക്കി. അപ്പോൾ 2-3 കുറച്ച് വാർഡുകൾക്ക് തന്നെ അവരെ മറ്റുള്ള വാർഡുകളിൽ നിന്നും വരുന്ന രോഗികൾക്കും അവരെ കഴിയാനുള്ള അവസരം ഉണ്ടായിരുന്നു. 15 ദിവസത്തോളം അവിടെ തുടർന്നിരുന്നു ആളുകൾ. അപ്പോൾ പഞ്ചായത്ത് വക DCC ഓപ്പൺ ആയപ്പോൾ അവരങ്ങോട്ട് മാറ്റുകയാണ് ഉണ്ടായത്. അണുനശീകരണം എല്ലാ പോസിറ്റീവ് കേസുള്ള എല്ലാ വീടുകളും അവരുടെ ക്വാറന്റൈൻ കാലാവധി കഴിഞ്ഞാൽ അണുനശീകരണം നടത്തി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹോമിയോ പ്രതിരോധ മരുന്ന് എല്ലാ വീടിലും ഞങ്ങൾക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് ഡോസ് എല്ലാ വീട്ടിലെത്തും. 2ാമത്തെ ഡോസ് കൊടുത്തു തുടങ്ങുന്നേ ഉള്ളൂ. പിന്നെ ആയുർവേദ മരുന്നുകളായാലും
അവർക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ഏതാവശ്യത്തിനും വിളിച്ചാലും അവരോടും ഇപ്പോൾ രോഗികളോടും വിളിച്ചാൽ എന്താവശ്യത്തിനും വിളിച്ചാൽ മതി, ഞങ്ങൾ വിളിക്കുന്നവർക്ക് എപ്പോഴും എത്തും എന്നുള്ള ഇതാണ് കൊടുത്തിട്ടുള്ളത്. ഇതുവരെ അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. ഒന്നാമത് കക്ഷി രാഷ്ട്രീയം എല്ലാവരും ഞങ്ങൾ സപ്പോർട്ടാണ്, പിന്തുണ അറിയിച്ചിട്ടുണ്ട്. എല്ലാവരും ഞങ്ങൾ ഇപ്പം വ്യാപാരികളായാലും ഞങ്ങൾക്ക് ഭക്ഷണ വിതരണത്തിൽ അവരുടെ സഹായം ലഭിച്ചിട്ടുണ്ട്. വാർഡിൽ ആരംഭിച്ച ക്വാറന്റൈൻ കേന്ദ്രത്തിൽ തുടക്കത്തിൽ 2 പേരായിരുന്നു. പിന്നീട് സമീപ വാർഡുകളിൽ നടക്കം ആളുകളെത്തി. പിന്നീട് ഗ്രാമപഞ്ചായത്ത് DCC സെന്റർ ആരംഭിച്ചതോടെയാണ് നിർത്തിവെച്ചത്. വാർഡിലെ ക്വാറന്റൈൻ കേന്ദ്രത്തിനായി സ്വകാര്യ വ്യക്തിയാണ് വീട് നൽകിയത്. നിലവിലെ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കൊപ്പം തന്നെ ജനപങ്കാളിത്തത്തോടെ ഒട്ടേറെ പ്രവർത്തനങ്ങളാണ് ഈ വാർഡ് മെമ്പർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. എക്സൈസ് സ്റ്റാഫ് അസോസിയേഷനും മേഴ്സി കോർപ്പ് ചാരിറ്റബിൾ ട്രസ്റ്റും സംയുക്തമായി തീരദേശ മലയോര മേഖലകളിൽ സൗജന്യ കപ്പ വിതരണം നടത്തി. കേരള എക്സൈസ് സ്റ്റാഫ് അസോസിയേഷനും മേഴ്സി കോർപ്പറേറ്റ് ചാരിറ്റബിൾ ട്രസ്റ്റും സംയുക്തമായി തീരദേശ മലയോര മേഖലകളിൽ സൗജന്യ കപ്പ വിതരണം നടത്തി. പുറത്തൂർ പടിഞ്ഞാറക്കരയിൽ കപ്പ വിതരണത്തിന്റെ ഉദ്ഘാടനം പുറത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുഹറയ്ക്ക് KSESA സംസ്ഥാന കമ്മിറ്റി അംഗം VK സൂരജ് കൈമാറി. തീരദേശ മേഖലയിലും കിഴക്കൻ മേഖലയിലും പ്രയാസം അനുഭവിക്കുന്ന ആളുകളെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടൊപ്പം ഈ കപ്പ കൃഷി പ്രയാസപ്പെട്ട് നിൽക്കുന്ന അവരിൽ നിന്ന് വിലക്ക് വാങ്ങി അവരെ കൂടി സഹായിക്കുക എന്ന ഏറ്റവും മഹനീയമായ പ്രവർത്തനമാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. നമുക്കറിയാം, ഇത് ഈ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഇവിടെ നൽകിയതെങ്കിൽ നിലമ്പൂരും പൊന്നാനിയിലും തിരൂർ താലൂക്കിൻ്റെയും തിരൂരങ്ങാടി താലൂക്കിൻ്റെയും മറ്റു മേഖലകളിലുമെല്ലാം തീരദേശ മേഖലയിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനം നടത്തുന്നുണ്ട്. മലയോര മേഖലയായിട്ടുള്ള നിലമ്പൂർ നടത്തുന്നുണ്ട്, തീരദേശ മേഖലയിൽ നടത്തുന്നുണ്ട്. തീർച്ചയായും ഇന്ന് ഇവിടെ ഈ ചെയ്തിട്ടുള്ള പ്രവർത്തനം വളരെ ശ്ലാഘനീയമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇവിടെ 3 പഞ്ചായത്ത് മെമ്പർമാരും RRT അംഗങ്ങളും ഉണ്ട്. ഒരു സംശയവും വേണ്ട, ഇത് അർഹരായിട്ടുള്ള കൈകളിലെത്തും, അവരുടെ കൈകളിലെത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. തിരു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് U സൈനുദ്ദീൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം KT പ്രശാന്ത്, പഞ്ചായത്ത് അംഗം അസ്പ്ര, സംഘടനാ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ബാബുരാജ്, T യൂസഫ് അലി, എക്സൈസ് ഉദ്യോഗസ്ഥരായ ഫസലുർ റഹ്മാൻ, ബാബു N, രജീഷ്, പ്രമോദ് എന്നിവർ പങ്കെടുത്തു. ലോക പരിസ്ഥിതി വാരാചരണത്തോടനുബന്ധിച്ച് നടക്കുന്ന പരിസ്ഥിതി സാക്ഷരതാ ക്യാമ്പയിന്റെ ഭാഗമായി സൂഫി ജീവിതത്തിലെ പരിസ്ഥിതി ഇണക്കങ്ങൾ എന്ന വിഷയത്തിൽ SSF മലപ്പുറം വെസ്റ്റ് ജില്ലാ കമ്മിറ്റി സെമിനാർ സംഘടിപ്പിച്ചു. തേനു മുസ്ലിയാരും കുണ്ടൂർ ഉസ്താദും അതിയായി പ്രകൃതിയെ സ്നേഹിച്ചവരായിരുന്നു. സമൂഹത്തിനും വിശ്വാസികൾക്കും പ്രകൃതി ഇണക്കത്തിന്റെ കാഴ്ചപ്പാട് ജീവിതത്തിലൂടെ കാണിച്ചു തന്നവരാണ്. അവരെ പിൻപറ്റുകയാണ് ദുരന്തങ്ങൾ നേരിടുന്ന പൊതുകാലത്തിന് പരിഹാരമെന്ന് സെമിനാർ അഭിപ്രായപ്പെട്ടു. കോവിഡ് പശ്ചാത്തലത്തിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നടന്ന സെമിനാറിൽ സയ്യിദ് സലാഹുദ്ദീൻ ബുഖാരി, അലി ബാക്കവി ആറ്റുപുറം, അബൂബക്കർ പടിക്കൽ എന്നിവർ സംസാരിച്ചു. നൂറുകണക്കിന് നമ്മുടെ പഴമക്കാർ മരിച്ചുപോയി. അവർ നട്ട മീസാൻ കല്ലിൻ്റെ ചെടികൾ വെളുപ്പിച്ച് വെട്ടിമാറ്റി നാം അതിനെ ഖബർസ്ഥാനികൾ വെളുപ്പിക്കുന്നവരായിട്ട് മാറിയിട്ടുണ്ട്. പള്ളിക്കാടുകൾ എന്ന് പറയുന്ന ആവാസ വ്യവസ്ഥ, ഇഴജന്തുക്കളും പക്ഷികളും താമസിക്കുന്ന ആവാസ വ്യവസ്ഥക്ക് ക്ലീൻ ചിറ്റ് നൽകിയിട്ട് വെട്ടിയൊതുക്കുവാൻ ഒരു സംസ്കാരം നമ്മളിലേക്ക് കടന്നു വന്നിരിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടേതായ ആവശ്യങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പ്രകൃതിയിൽ ഒട്ടനേകം പാറമടകളും അവിടെ നടക്കുന്ന ദുരന്തങ്ങളും നമുക്കിന്ന് പാഠമാണ്. പ്രകൃതിയെ എത്രമാത്രം സ്നേഹിക്കുന്നുവോ പ്രകൃതി നമ്മയും സ്നേഹിക്കും. അതിന് ഏറ്റവും വലിയ തെളിവുകളാണ് ഇപ്പോൾ അനാവൃതം ചെയ്യപ്പെട്ടിരിക്കുന്നത്. മുസ്ലിയാർ ബാപ്പയെ പറ്റി പറയുകയാണെങ്കിൽ ബഹുമാനപ്പെട്ടവർ പാരമ്പര്യമായി തന്നെ പരിസ്ഥിതിയുമായി ഇണങ്ങി ജീവിക്കുവാൻ വിധിക്കപ്പെട്ടൊരു വ്യക്തിയായിരുന്നു. കാരണം പിതാവ് ഏറ്റവും നല്ലൊരു കർഷകനായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ന് ചെറുപ്പത്തിൽ തന്നെ കാർഷിക വൃത്തികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചിന്തകൾ, അതിലുള്ള ഇടപെടലുകൾ ഒക്കെ ബഹുമാനപ്പെട്ടവരുടെ ജീവിതത്തിൽ ഉണ്ടായതുകൊണ്ട് തന്നെ അവിടുന്ന് പിന്നീട് തൻ്റെ ജീവിതത്തിൽ ഉടനീളം പരിസ്ഥിതിയെ സ്നേഹിച്ചുകൊണ്ട് ആ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് ഒരു വിശ്വാസിക്കുണ്ടാകേണ്ട, ഒരു മനുഷ്യനുണ്ടാകേണ്ട കാഴ്ചപ്പാടുകളെ ക്രിയാത്മകമായി അവതരിപ്പിച്ചാണ് മുന്നോട്ട് പോയത്. SSF മലപ്പുറം വെസ്റ്റ് ജില്ലാ സെക്രട്ടറിമാരായ KK സൈനുദ്ദീൻ, ജാഫർ ഷാമിൽ, ഇർഫാനി, അബ്ദുൽ ആഫിദ് അഹ്സനി, അബ്ദുൽ ഹക്കീം സക്കാഫി തുടങ്ങിയവർ സംബന്ധിച്ചു. സർക്കാർ പരിസ്ഥിതി സംരക്ഷണ യജ്ഞത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് 93 സെക്ടർ കേന്ദ്ര പരിസ്ഥിതി സഭ, പ്രധാന ടൗണുകൾ, റെയിൽവേ സ്റ്റേഷനിൽ കേന്ദ്രീകരിച്ച് ഗ്രീൻ ബൂത്തുകൾ, കമ്പോസ്റ്റ് നിർമ്മാണം, 1.5 ലക്ഷം വീടുകളിൽ വൃക്ഷത്തൈ നടൽ തുടങ്ങിയ വ്യത്യസ്ത പ്രവർത്തനങ്ങൾ ജില്ലയിൽ ക്യാമ്പയിന്റെ ഭാഗമായി നടന്നുവരുന്നുണ്ട്. മംഗലം മണ്ഡലം യൂത്ത് കോൺഗ്രസ് യൂത്ത് കെയറിന്റെ ആഭിമുഖ്യത്തിൽ കൂട്ടായി റെഗുലേറ്റർ ബ്രിഡ്ജിന്റെ റോഡിന്റെ ഇരുവശവും ശുചീകരിച്ചു. മംഗലം ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ CM റംല ടീച്ചർ ഉദ്ഘാടനം നിർവഹിച്ചു. മംഗലം മണ്ഡലം യൂത്ത് കോൺഗ്രസ് യൂത്ത് കെയറിന്റെ ആഭിമുഖ്യത്തിലാണ് കൂട്ടായി റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ റോഡിന്റെ ഇരുവശവും ശുചീകരിച്ചത്. ശുചീകരണ പ്രവൃത്തി മംഗലം പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ CM റംല ടീച്ചർ ഉദ്ഘാടനം ചെയ്തു.
ചടങ്ങിൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സി റഹീം അധ്യക്ഷനായിരുന്നു. ഷിഹാബ്, സലീം കെ ബാലൻ, PV സലീം, സുനിൽകുമാർ എന്നിവർ പ്രസംഗിച്ചു. റഫീഖ് പുളക്കൽ, ബിജു, അസ്ലം, ഫൈസൽ ചേന്നര, ആഷിഖ്, ഷാക്കിബ്, ജാബിർ, ജംഷീർ, കുഞ്ഞുട്ടി, ഫാസിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. മംഗലം മണ്ഡലം കോൺഗ്രസിൻ്റെയും മംഗലം മണ്ഡലം യൂത്ത് കെയർ കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ കൂട്ടായി റെഗുലേറ്റർ കം ബ്രിഡ്ജിൻ്റെ പരിസരം ഇരുവശങ്ങളും കാട് വെട്ടി വൃത്തിയാക്കുന്ന ഈ ഒരു പ്രവർത്തനത്തെ വളരെയധികം അഭിനന്ദിക്കുകയാണ്. ഇവരുടെ ഏറ്റവും നല്ലൊരു പ്രവർത്തനമായി കാണുന്നു. ഓൺലൈൻ പഠനത്തിന് സൗകര്യമില്ലാത്ത വിദ്യാർത്ഥികൾക്ക് ടാബ് വിതരണം ചെയ്തു. മൂലക്കൽ ജനതാ ഹോസ്പിറ്റൽ ചെയർമാൻ പി. കുഞ്ഞിതുട്ടി ഹാജിയാണ് താനൂർ പഞ്ചായത്തിലെ 16 കുട്ടികൾക്ക് ടാബ് നൽകിയത്. താനൂർ DYSP MY ഷാജി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന് ടാബുകൾ കൈമാറി. താനാളൂർ ഗ്രാമപഞ്ചായത്തിൽ ഓൺലൈൻ പഠനത്തിന് സൗകര്യമില്ലാത്ത വിദ്യാർത്ഥികൾക്കാണ് ടാബുകൾ നൽകിയത്. പഞ്ചായത്തിലെ 16 വിദ്യാർത്ഥികൾക്കുള്ള ടാബുകൾ താനൂർ DYSP MY ഷാജി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. മല്ലിക ടീച്ചർക്ക് കൈമാറി. ഓൺലൈൻ വിദ്യാഭ്യാസത്തിനാണ് ഇപ്പോൾ പ്രാമുഖ്യം കൊടുക്കുന്നതും നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെയൊക്കെ സംസ്കാരം ആവിർഭവിച്ച കാലത്ത് ഗുരുകുല വിദ്യാഭ്യാസമായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുടിപ്പള്ളിക്കൂട വിദ്യാഭ്യാസമായിരുന്നു. അത് കഴിഞ്ഞ് റെസിഡൻഷ്യൽ സ്കൂളുകളുടെ കാലം കഴിഞ്ഞു. ഇപ്പോൾ പുതിയ കൊറോണ കാലഘട്ടം ആയപ്പോഴേക്കും നമ്മൾ ഓൺലൈൻ വിദ്യാഭ്യാസത്തിലേക്ക് മാറി. അപ്പോൾ ഓൺലൈൻ വിദ്യാഭ്യാസം ചെയ്യുന്നതിന് എല്ലാവർക്കും അതിൻ്റേതായ സാമ്പത്തിക ചുറ്റുപാടുകൾ ഉണ്ടാകണമെന്നില്ല. അപ്പോൾ സാമ്പത്തിക ചുറ്റുപാടില്ലാത്ത ഒരു കുട്ടി ഇങ്ങനെ സാമ്പത്തിക ചുറ്റുപാടുള്ള ഒരാളിൻ്റെ വീട്ടിൽ ചെന്ന് ഇങ്ങനെ ഒരു ആവശ്യം പറഞ്ഞാൽ അത് ചിലപ്പോൾ അംഗീകരിക്കണമെന്നില്ല. അപ്പോൾ കുഞ്ഞീദ് ഹാജിയെ പോലുള്ള സാമ്പത്തിക ചുറ്റുപാടുള്ളവർ അവർക്ക് ഇനിയും ദൈവം ഇതേപോലെ ഒരുപാട് അനുഗ്രഹങ്ങൾ കൊടുക്കട്ടെ. ഇമാതിരി നാട്ടുകാരെ സഹായിക്കുന്നതിനും സാമ്പത്തിക ചുറ്റുപാടില്ലാത്ത ആൾക്കാരെ സഹായിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ആ മനസ്സിന് വേണം നമ്മൾ നന്ദി പറയാനും ആശംസ പറയാനും. ഇക്കാലത്ത് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന് ഇപ്പോൾ കുട്ടികളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടതാണ്. ആരോഗ്യരംഗത്തെ പ്രശ്നങ്ങൾ വേറെയുണ്ട്. ആ ഒരു പ്രശ്നത്തിനെ പരിഹാരം എന്നുള്ള നിലയ്ക്ക് ഒരുപാട് ആളുകൾ ഇത്തരം സന്നദ്ധ പ്രവർത്തന അല്ലെങ്കിൽ ആ മനോഭാവമുള്ള ഒരുപാട് ആളുകൾ പഞ്ചായത്തിനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. താനാളൂർ പഞ്ചായത്ത് മുന്നോട്ട് വയ്ക്കുന്ന ഏത് പ്രശ്നത്തിനും വളരെ സഹായകമായ നിലപാടെടുക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് കുഞ്ഞീദ് ഹാജിയോട് ഞങ്ങൾക്ക് വളരെയധികം കടപ്പാടുണ്ട്. അദ്ദേഹം ഒരുപാട് ഘട്ടങ്ങളിൽ ഞങ്ങളെ സഹായിച്ചു കൊണ്ടേയിരിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ അത്തരത്തിൽ ഈ ഒരു സന്ദർഭത്തിൽ വലിയ ആശ്വാസമാകുന്ന ഒരു പ്രവർത്തനത്തിനാണ് അദ്ദേഹം നേതൃത്വം എടുത്തത്. അതിന് പഞ്ചായത്തിനുള്ള കടപ്പാടും നന്ദിയും സന്തോഷവും അറിയിക്കുകയാണ്. ജനതാ ആശുപത്രി ചെയർമാൻ PS കുഞ്ഞീദു ഹാജിയാണ് വിദ്യാർത്ഥികൾക്കുള്ള ടാബ് നൽകിയത്. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് V. അബ്ദുറസാഖ്, താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PC അഷ്റഫ്, ആശുപത്രി വൈസ് ചെയർമാൻ അലി, അജ്ഫാൻ ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ മുഹമ്മദ് കുട്ടി, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സിനി, P. സതീശൻ മാസ്റ്റർ, വാർഡ് മെമ്പർ ഷബിന ആഷിഖ്, ആശുപത്രി CO ജാസ്മിൻ ഷാ, മാനേജർ ഷാജി തുടങ്ങിയവർ പങ്കെടുത്തു. തിരൂർ നഗരസഭ 5-ാം വാർഡിൽ പ്രവാസി കൂട്ടായ്മയുടെ സഹായത്തോടെ പച്ചക്കറി കിറ്റ് വിതരണം ചെയ്തു. വാർഡ് കൗൺസിലർ KP ജഫ്സൽ വിതരണോദ്ഘാടനം നിർവഹിച്ചു. തിരൂർ നഗരസഭ 5-ാം വാർഡിൽ പ്രവാസി കൂട്ടായ്മയുടെ സഹായത്തോടെ പച്ചക്കറി കിറ്റ് വിതരണം ചെയ്തു. വാർഡിലെ മുഴുവൻ വീടുകളിലേക്കുമാണ് വിതരണം ചെയ്തത്. വാർഡ് കൗൺസിലർ KP ജഫ്സൽ വിതരണോദ്ഘാടനം നിർവഹിച്ചു. നിസാർ, നൌഷാദ്, സുലൈമാൻ, ഷംസു, ഫാസിൽ, താജു, സൈഫുദ്ദീൻ, ജാബിർ, കബീർ, റമീസ്, ഇബ്രാഹിം, റിജിൻ, സലീം, മുഹമ്മദ് കുട്ടി, സുഭാഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ശുചീകരണത്തോടൊപ്പം പൗരാണിക അത്താണിക്ക് സംരക്ഷണമൊരുക്കി മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകർ. തിരൂർ നഗരസഭ 9-ാം വാർഡ് കൗൺസിലർ ബാബയുടെ നേതൃത്വത്തിലാണ് യൂത്ത് ലീഗ് പ്രവർത്തകർ വൃത്തിയാക്കിയത്. ചമ്പ്ര 9-ാം വാർഡിലെ പൊതുശുചീകരണത്തോടൊപ്പം പഴയകാലത്ത് ജനങ്ങൾ ഉപയോഗിച്ചിരുന്ന പുഴക്കരയിലുള്ള അത്താണി വൃത്തിയാക്കി സംരക്ഷണം തീർത്ത് ചമ്പ്ര മേഖല മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകർ. പാലം വരുന്നതിന് മുമ്പ് പ്രധാനപ്പെട്ട പുഴക്കടവായിരുന്നു ചമ്പ്ര കുടനാത്ത് കടവ്. പുഴക്കടവിലെത്തുന്ന ആളുകൾക്ക് വെറ്റിലക്കെട്ടും അരിയും പലവ്യഞ്ജനങ്ങളും ഇറക്കി വെച്ചിരുന്ന പുഴയോട് ചേർന്നുള്ള പൗരാണിക അത്താണിയാണ് യൂത്ത് ലീഗ് പ്രവർത്തകർ സംരക്ഷിക്കുന്നത്. പാലം വന്നതിന് ശേഷം കാട് മൂടി വിസ്മൃതിയിലാണ്ട അത്താണിയാണ് 9-ാം വാർഡ് കൗൺസിലറുടെ നേതൃത്വത്തിൽ യൂത്ത് ലീഗ് പ്രവർത്തകർ വൃത്തിയാക്കിയത്. ചരിത്ര പ്രാധാന്യം പുതുതലമുറയ്ക്ക് ബോധ്യമാക്കും വിധം അത്താണി കെട്ടി സംരക്ഷിക്കുമെന്ന് ചമ്പ്ര മേഖല മുസ്ലിം യൂത്ത് ലീഗ് ഭാരവാഹികൾ പറഞ്ഞു. ചമ്പ്ര 9-ാമത്തെ കടവ് പാലം, അതിനോടനുബന്ധിച്ചിട്ടുള്ള കുരുക്കൽപ്പടി വരെയുള്ള റോഡിൻ്റെ ഇരുവശങ്ങളിലുള്ള മരങ്ങളും പിന്നെ പൊന്തകളും കാടുകളെല്ലാം വെട്ടി നിരത്തി നല്ല ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി തന്നെ ചമ്പ്ര കൊണ്ടനാത്ത് കടവ് പഴയ കാലത്ത് കടത്ത് തോണിയായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു അത്താണിയുണ്ട്. ആ അത്താണി
മുസ്ലിം യൂത്ത് ലീഗിൻ്റെ നേതൃത്വത്തിൽ അത് സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുകയാണ്. പഴയകാല പ്രൗഢിയോടുകൂടി അതിനെ തേച്ച് മിനുക്കി പെയിൻ്റടിച്ച് സംരക്ഷിക്കുന്നതിന് വേണ്ടി അവർ ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അതും ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ശുചീകരണത്തിന് യൂത്ത് ലീഗിൻ്റെ എല്ലാ സഹായങ്ങളും ഉണ്ടായിട്ടുണ്ട്. 9ാം വാർഡ് കൗൺസിലറും മുനിസിപ്പൽ മുസ്ലിം ലീഗ് നേതാവുമായ എം ബാവ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ഹസീം ചമ്പ്ര, MP താഹിർ, തൊട്ടിയിൽ സൈനുദ്ദീൻ, ആഷിഖ് മരക്കാർ, നൊടിയിൽ ഷൗക്കത്ത്, M ഷബീർ അലി, V നിയാസ് തുടങ്ങിയവർ സംബന്ധിച്ചു. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ സജീവമായി തിരൂർ നഗരസഭ 3ാം വാർഡിലെ റെഡ് ആർമി പ്രവർത്തകർ. കോവിഡ് മഹാമാരി കാലത്ത് തിരൂർ നഗരസഭയിൽ 3ാം വാർഡിലെ റെഡ് ആർമിയുടെ പ്രവർത്തനം ശ്രദ്ധയാകർഷിക്കുകയാണ്. കോവിഡ് രോഗികൾക്കുള്ള സഹായങ്ങൾ ചെയ്തും വാർഡിലെ പൊതു റോഡുകൾ, സ്ഥാപനങ്ങൾ എന്നിവ ശുചീകരിച്ചു. കോവിഡ് പോസിറ്റീവായവരുടെ വീടുകൾ അണുനശീകരണം നടത്തുകയും ചെയ്തു. ഒട്ടേറെ മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് റെഡ് ആർമിയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആശ്വാസത്തിന്റെ കോവിഡ് ഗ്രാഫ് ഉയരുന്നു. മരണസംഖ്യ 10,000 കടന്നു. ഞായറാഴ്ച 11,584 പേർക്ക് രോഗബാധ. 24 മണിക്കൂറിനിടെ പരിശോധിച്ചത് 94,677 സാമ്പിളുകൾ. DPR 12.24%. 206 മരണങ്ങൾ സ്ഥിരീകരിച്ചു. 17,856 പേർ രോഗമുക്തി നേടി. ജില്ലയിൽ രോഗികൾ കുറഞ്ഞു. 1006 പേർക്ക് രോഗബാധ. DPR 13.96%. 2,226 പേർക്ക് രോഗമുക്തി. ആകെ മരണസംഖ്യ 997. ജില്ലയിൽ കോവിഡ് പ്രതിരോധ കുത്തിവയ്പ് വേഗത്തിൽ പൂർത്തിയാക്കാൻ നടപടികൾ ഊർജിതമാക്കുമെന്ന് ജില്ലാ കളക്ടർ. കാർ പാർക്കിംഗിന്റെ പേരിൽ തിരൂർ ജില്ലാ ആശുപത്രിയിൽ ഭിന്നശേഷിക്കാരനായ യുവാവിനെ അപമാനിച്ചതായി പരാതി. ജില്ലാ ആശുപത്രിയിലെ ഡോക്ടറും സെക്യൂരിറ്റി ജീവനക്കാരും ചേർന്ന് അപമര്യാദയായി പെരുമാറിയെന്ന് കാട്ടി യുവാവ് തിരൂർ പോലീസിൽ പരാതി നൽകി. വാർഡിൽ വിശപ്പുരഹിത ഗ്രാമം പദ്ധതി നടപ്പിലാക്കി ഗ്രാമപഞ്ചായത്ത് അംഗം. നന്നമ്പ്ര ഗ്രാമപഞ്ചായത്ത് 11ാം വാർഡ് അംഗമാണ് പദ്ധതി നടപ്പാക്കിയത്. എക്സൈസ് സ്റ്റാഫ് അസോസിയേഷനും മേഴ്സി കോർപ്പ് ചാരിറ്റബിൾ ട്രസ്റ്റും സംയുക്തമായി തീരദേശ മേഖലയിൽ കപ്പ വിതരണം ചെയ്തു. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.